ഇന്ന് തിരുവോണദിനത്തിൽ കായിക പ്രേമികൾക്ക് ആഘോഷമാക്കാൻ കൊച്ചിയിൽ ISL മത്സരമുണ്ട്. ഒരുപക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം അത് ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അല്പസമയത്തിനകം കിക്ക് ഓഫ് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കളിക്കുന്നില്ല എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് എത്രമാത്രം ആരാധകരെ നിരാശപ്പെടുത്തുമെന്നറിയില്ല. എന്തായാലും പഞ്ചാബ് FC-യുമായ മത്സരം അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് അറിയുന്നത്. അനിൽ വാസുദേവ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നു തത്സമയം. അനിൽ, ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിക്കുമെന്ന് ആ ടീം പറയുന്നുണ്ട്, ടീം ക്യാപ്റ്റൻ പറയുന്നു, ഒപ്പം ആരാധകരും അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ അഡ്രിയാൻ ലൂണ ക്യാപ്റ്റൻ കളിക്കുന്നില്ല എന്നൊരു വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. എന്താണ് അങ്ങനെ കളിക്കാതിരിക്കാൻ കാരണം? അന്തിമ 11-ൽ ആരൊക്കെയുണ്ട്? പ്രജിൻ, അത് തന്നെയാണ് വലിയ നിരാശയായിട്ടുള്ള കാര്യം. ടീം ജയിക്കുമെന്ന കാര്യത്തിലൊക്കെ ഒന്നും ടീമിനും കോച്ചിനും കളിക്കാർക്കും ഒന്നും തന്നെ സംശയമില്ല. അഡ്രിയാനിലൂടെ കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം സംസാരിച്ചപ്പോഴൊക്കെ തന്നെ ടീമിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും ടീമിൻ്റെ മറ്റ് സഹതാരങ്ങളുടെ പെർഫോമൻസിനെക്കുറിച്ചും മികവിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. പഞ്ചാബിനെതിരായ ആദ്യ മത്സരം ജയിച്ച മലയാളികൾക്ക്, ആരാധകർക്ക് എല്ലാം തന്നെ ഒരു ഓണ സമ്മാനം നൽകാമെന്ന പ്രതീക്ഷയാണ് അഡ്രിയാൻ ലൂണ പങ്കുവച്ചത്. പക്ഷേ നിരാശയുള്ള കാര്യം, അദ്ദേഹത്തിന് പനി മൂലമാണ് ഈ മത്സരം നഷ്ടമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ജന്മവുമായി അദ്ദേഹം ജന്മനാടായ ഉറുഗ്വേയിലേക്ക് കഴിഞ്ഞ ദിവസം പോയി. ഒരു 30 മണിക്കൂറോളം നീണ്ട ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ടീമിനൊപ്പം ചേർന്നത്. അതിനുശേഷം വന്ന 2 പ്രാക്ടീസ് സെഷനിൽ പോലും അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പ്രാക്ടീസ് സെഷനിലടക്കം അദ്ദേഹം ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായെങ്കിലും ടീമിൽ ഉണ്ടാകുമെന്നായിരുന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ലിസ്റ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. അഡ്രിയാൻ ലൂണ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള മിലോസ് ഡ്രിൻസിച്ചാണ് ടീമിനെ നയിക്കുന്നത്. ക്വാമി പെപ്ര, പുതുതായി ഗോവയിൽ നിന്ന് ടീമിലെത്തിച്ച നോഹ സദോയ്, മലയാളികളുടെ സ്വന്തം KP രാഹുൽ, സച്ചിൻ സുരേഷ്, സഹീൽ അടക്കമുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഒരു ശക്തമായ ടീം തന്നെയാണ്. അതുപോലെ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ജെസ്യൂസ് ഹിമെനസ് എന്ന പുതിയ സ്ട്രൈക്കർ, സ്പാനിഷ് സ്ട്രൈക്കർ, മേജർ ലീഗ് സോക്കറിൽ അടക്കം കളിച്ചിട്ടുള്ള ആ താരം ഇത്തവണ പകരക്കാരുടെ ലിസ്റ്റിലുണ്ട്. അദ്ദേഹം കളത്തിലെത്തുമെന്നും ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവച്ചത്. പഞ്ചാബ് നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഉണ്ട് മലയാളി സാന്നിധ്യം. മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയി കളിച്ചിട്ടുള്ള, ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ലോണൽ അടിസ്ഥാനത്തിൽ കൊടുത്തുള്ള നിഹാൽ സുധീഷ് പഞ്ചാബിന്റെ ആദ്യ നിരയിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു താരം കൂടി അവരുടെ പകരക്കാരുടെ ബെഞ്ചിലായിട്ടും ഉണ്ട്. എന്തായാലും ഒരു ആവേശ പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞതുപോലെ കിക്ക് ഓഫിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. 7:30-ക്കാണ് കിക്ക് ഓഫ്. സ്റ്റേഡിയത്തിൽ ആളുകളൊക്കെ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു. പകുതി ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. ഓണമായതുകൊണ്ട് തന്നെ സ്റ്റേഡിയം സ്റ്റാഫുകളുടെ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് പകുതി ആളുകളെ കയറ്റി വിടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആവേശത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാവില്ല. സ്റ്റേഡിയത്തിൽ ഒരു മഞ്ഞപ്പൂക്കളം തന്നെ ആരാധകർ തീർക്കും. ഈ ഓണം കൂടുതൽ കലക്കും ആഘോഷമാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിൻ, അനിൽ പറഞ്ഞതുപോലെ തിരുവോണ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകപ്പട, മഞ്ഞപ്പട, ഒരു മഞ്ഞപ്പൂക്കളം ആ സ്റ്റേഡിയത്തിന് ചുറ്റും തീർക്കും. അത് തീർത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മത്സരം അല്പസമയത്തിനകം തുടങ്ങും.